രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. ലോകപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ പുണ്യസുദിനത്തിൽ അവിടുത്തെ മദ്ഹിൽ നിന്നും അല്പം ഞാനും പറയാം. നമ്മുടെ ഈ മഹത്തായ ഈ ഇസ്ലാം മതത്തെ ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരമൊരു സന്ദർഭത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മക്കയിൽ ഇസ്ലാമിന്റെ പ്രചാരണം വളരെ ശക്തി പ്രാപിക്കുന്നതോടൊപ്പം ശത്രുക്കളുടെ ആക്രമണം കൂടി വരികയും ചെയ്തു. ഈ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് യാത്ര തിരിച്ചു. കൂടെ വളർത്തുപുത്രൻ സുഫിയാൻ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കളായ ബനു സഈഫ് ഗോത്രക്കാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഭാഷണം നടത്തുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അവരെ ഇസ്ലാമിലേക്ക് വന്ന് എന്ന് മാത്രമല്ല പരിഹസിക്കുകയും കല്ലെറിയുകയും ചെയ്തു. ഏറുകൊണ്ട് കാലിൽ നിന്നും രക്തമൊഴുകി നടക്കാൻ കഴിയാത്ത വിധം അവിടുന്ന് തളർന്നു. സഹായത്തിനായി അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, നബിയെ, അങ്ങയുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടിരിക്കുന്നു. അവിടുന്ന് അനുവാദം നൽകുകയാണെങ്കിൽ ഈ കാണുന്ന 2 മലകളും അവരുടെ മേൽ മറിച്ചിട്ട് അവരെ മുഴുവൻ നശിപ്പിക്കാം. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അരുതേ, അങ്ങനെ ചെയ്യരുത്. അവർ അറിവില്ലാത്തതിനാൽ അപ്രകാരം ചെയ്തതാണ്. അവരിൽ നിന്നും ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും അള്ളാഹു പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്ഷമയും ദീർഘവീക്ഷണവും നമുക്ക് ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാം. നാം എല്ലാവരുടെയും പാപങ്ങൾ പുറത്ത് ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.